ഹായ് ഓൾ. ഇന്നത്തെ എൻ്റെ സെമിനാർ വൈറ്റ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചായിരുന്നു. അപ്പോൾ വൈറ്റ് മെമ്മോറിയൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ തമിഴ്നാട്ടിലെ ഒരു നല്ലൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ഹോമിയോപ്പതിയുടെ കോഴ്സസും ഉണ്ട്, പിന്നെ ഹോമിയോപ്പതിയിലെ 6 MD സബ്ജക്ട്സിൻ്റെ കോഴ്സസും ഉണ്ട്. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, പിന്നെ അലൈഡ് സയൻസ്, പിന്നെ BEd അങ്ങനെയുള്ള കോഴ്സുകളും ഈ വൈറ്റ് മെമ്മോറിയൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അപ്പോൾ ഇന്നത്തെ സെമിനാർ രാവിലെ 9 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞ സെമിനാറായിരുന്നു. അപ്പോൾ രാവിലെ 4 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് 9 മണിയാകുമ്പോൾ അവിടെ എത്തി. പക്ഷേ സാധാരണ സെമിനാർ പോലെ തന്നെ സെമിനാർ തുടങ്ങിയപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് കോളേജിൻ്റെ പരിസരങ്ങളെല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ തന്നെ കോളേജ് സെക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സെക്ഷനും ഉണ്ട്. ഈ കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചാപ്പലുണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. ഒരു ചാപ്പലുണ്ട്, ഒരു പ്രെയർ സെക്ഷൻ, ഈ കണ്ടതാണ് അവിടുത്തെ ചാപ്പൽ. ഒരു പ്രെയർ സെക്ഷനും അവിടെ ഉണ്ട്. അതുകൂടാതെ നല്ലൊരു കോളേജ്, ഒരു എക്കോ ഫ്രണ്ട്ലി ക്യാമ്പസാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇന്നത്തെ സെമിനാർ നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ന്യൂറോ എസൻസ് എന്ന് പറഞ്ഞ ഒരു പീഡിയാട്രിക് സെമിനാറിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ 2 സ്പീക്കേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് ഡോക്ടർ ലീന എന്ന് പറഞ്ഞ മാഡവും പിന്നെ ഡോക്ടർ മുല്ല എന്ന് പറഞ്ഞ സാറുമാണ്. സോ ഡോക്ടർ ലീന മാഡത്തിൻ്റെ സ്പീച്ചായിരുന്നു ഫസ്റ്റ് ഉള്ളത്. അപ്പോൾ ആ മാഡം ഏറ്റവും കൂടുതൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്കായിരുന്നു പറഞ്ഞത്. ഫസ്റ്റ് ഡയഗ്നോസ്റ്റിക് ടെക്നിക്ക് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആ മാഡം ഓരോ കണ്ടീഷൻ്റെയും, അതായത് CNS റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോളജിയുടെ ബേസിക് തൊട്ട്, ന്യൂറോൺസോ അതിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, അതങ്ങനെയുള്ള ബേസിക് തൊട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പീഡിയാട്രിക് കേസിൽ അഡ്വാൻസ്ഡ് ടെക്നിക്കായ MRI, EEG അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടെ റിഫ്രഷ്മെൻറ്റ് രീതിയിൽ പറഞ്ഞു തരികയും ചെയ്തായിരുന്നു. പിന്നെ ഇതെല്ലാം നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ആകുമ്പം കുറച്ചുകൂടെ നമ്മളെ എക്സ്പീരിയൻസും നമ്മളെ നോളജും കുറച്ചുകൂടെ ബ്രൈറ്റൻ ചെയ്യാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ മുരാസ് എന്ന് പറഞ്ഞ സാറായിരുന്നു വന്നത്. ആ സാറ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ന്യൂറോളജിക്കൽ കണ്ടീഷൻസാണ്. ന്യൂറോളജിക്കൽ കണ്ടീഷനിൽ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞ ന്യൂറോളജിക്കൽ കണ്ടീഷനാണ് ആ സാർ ഏറ്റവും കൂടുതൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കേസ് ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, പേപ്പർ പോസ്റ്റർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പതിവ് പോലെ തന്നെ എല്ലാ സെമിനാറിലും കാണുന്ന പോലെ ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് സെർവ് ചെയ്ത മിക്കവാറും ഉള്ള എല്ലാ സെമിനാറിലും ഒന്നി ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ബിരിയാണി, ഈ 2 കാര്യങ്ങളായിരിക്കും മിക്കവാറും ഫുഡ് ഐറ്റംസ് ആയിട്ട് തന്നെ. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത്യാവശ്യത്തിനുള്ള നോട്ട്സും ഒക്കെ എഴുതി വെളിയിലിറങ്ങിയപ്പം നമ്മളെ ജൂനിയറും കണ്ടു. നമ്മൾ ജൂനിയർ ഹരിത എന്നാണ് നമ്മളെ ജൂനിയറുടെ പേര്. അപ്പം കുട്ടിയുടെ കല്യാണമാണ്, തിരുവനന്തപുരത്ത് വെച്ചാണ്. അപ്പോൾ ഒക്ടോബർ 22-ാം തീയതിയാണ് ചേച്ചി വരണേന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ മാക്സിമം പറ്റണമെങ്കിൽ എത്താമെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെയും കണ്ട് യാത്രയൊക്കെ പറഞ്ഞു. പിന്നെ അതിനുശേഷം എല്ലാ സെമിനാറിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് സെമിനാറിൻ്റെ സർട്ടിഫിക്കറ്റ്. അങ്ങനെ പോയി സെമിനാറിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, സന്തോഷമായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.